ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സെന്റ് ഗ്രിഗറിയോസ് ദേവാലയത്തിലെ തിരുനാൾ മഹാമഹത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ദേശത്തിലെ എല്ലാ വിശ്വാസികൾക്കും ഇടവക പട്ടക്കാരന്റെ പേരിലുള്ള പെരുന്നാൾ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തടത്തിൽ പറമ്പിൽ കുടുംബത്തിന്റെ വകയായിട്ടാണ് ഈ വർഷത്തെ പെരുന്നാൾ ഇവിടെ നടത്തപ്പെടുന്നത്. അതിലേക്ക് വരുവാനായിട്ട്, സംബന്ധിപ്പാനായിട്ട്, പങ്കുചേരുവാനായിട്ട്, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട്, നിൽക്കുവാനായിട്ട്, ഇരിക്കുവാനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ ജോസഫിന്റെയും ശ്രീമതി പെണ്ണമ്മയുടെയും ഒരേ ഒരു പുത്രനായ ശ്രീ കുര്യാക്കോസ് നീണ്ട 25 വർഷക്കാലമായി ആ കുഞ്ഞാട് അങ്ങ് അമേരിക്കയിൽ കടന്ന് കോടാനുകോടി കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ധനികനായി അദ്ദേഹം വിലസുമ്പോഴും ഈ ഗ്രാമത്തെ ആ കുഞ്ഞു മറന്നിട്ടില്ല. ഈ ഗ്രാമനിവാസികളെ ആ കുഞ്ഞു മറന്നിട്ടില്ല. ഈ ഇടവകയെ ആ കുഞ്ഞു മറന്നിട്ടില്ല. ഒന്ന് അനൗൺസ് ചെയ്യണം. എന്നാ കാര്യം? എന്റെ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി. എന്റെ കുഞ്ഞെ പള്ളി പെരുന്നാൾ ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കാണാതെ പോകത്തില്ലേ? ആട്ടെ, നീ ഏതാ? ഞാനിവിടെ ആനോന്ന് പാപ്പാനാ. നിന്നെ എന്നതാടാ കാണാതെ? എന്റെ ആനയെ കാണാതെ പോയത്. കള്ളു കുടിച്ചുകൊണ്ട് പള്ളിമുറ്റത്ത് വന്ന് കയറിക്കോളും ഓരോന്ന്. എന്നാ കൊച്ചേ പറയുന്നത്? എവിടാ നിൽക്കുന്നത്? ഞാൻ പള്ളിയിലെ വാതിൽ നിൽക്കുവല്ലേ? പുള്ളു പൊട്ടിച്ചോ? ദൈവം ആടി തുടങ്ങിയോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു മൊയലിനെ പോലെ ചാടിച്ചാടി വരാം. ഒരു മൊയലിനെ പോലെ ചാടിച്ചാടി വരാം. ചാടിച്ചാടി. എന്താ ശബ്ദം കേട്ടത്? ആ മൂല പൊട്ടക്കണ്ടി വീണതാ. എന്നാലും കുര്യാക്കോസിന്റെ കാശെന്ന് പറഞ്ഞ ഇത്തിരി നിർത്തിക്കേ. കുര്യാക്കോസിന് മാത്രമേ പൊക്കി പറയേണ്ട കാര്യം തിരിക്കുന്നത്. കുര്യാക്കോസിന്റെ കയ്യിൽ എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ വയറ്റിൽ കിടന്നാൽ മതി. അതിനറിയാലോ, കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ പള്ളിയുടെ പെരുന്നാൾ ഞാനാ നടത്തുന്നത്. അറിയാലോ, ആ പള്ളിയുടെ പുരോഗമനത്തിനായി എത്ര നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത എന്നെ കുറിച്ചൊരു വാക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ പൊക്കി പറഞ്ഞോ? വായിക്കാൻ കൊടുത്താ പോരെ? സംഖ്യക്കുള്ള വർത്താനം പറയരുത് അച്ഛൻ. അച്ഛൻ അറിയാലോ, കഴിഞ്ഞ വർഷത്തെ പള്ളി പെരുന്നാളി ഞാൻ എന്റെ കുടുംബം കൂടി അന്തസ്സായി നടത്തി. സമൂഹ രാസം നടത്തി, സമൂഹ സത്യം നടത്തി, സമൂഹ തെറിയിടിയും തൊഴിയായിരുന്നു പള്ളിപ്പറമ്പിൽ കിടന്ന താനും നാട്ടുകാരും. അതിന്റെ ക്ഷീണം ഇതുവരെ ഇടവകയ്ക്ക് മാറിയിട്ടില്ല, മനസ്സിലായോ? അതന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മദ്യപിച്ചതിന്റെ പേരിൽ തെറ്റല്ലോ. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ചെറുതായിട്ടൊന്ന് മദ്യപിക്കുന്നതും ചെറുതായി വാള് വെക്കുന്നതും പിന്നെ ആ ജോസഫിന്റെ തലയും തല്ലി പൊളിച്ചു, അത് ചെയ്തൊരു തെറ്റാണോ? അത് നിന്റെ തെറ്റല്ല. അത് നിന്റെ തെറ്റല്ല മോനെ, നിന്റെ ശില്പിയുടെ തെറ്റാ. നിന്നെ ഈ ഭൂമിയിലേക്ക് ഭൂജാതനാക്കിയത് ഏത് ശില്പിയാണോ ആ ശില്പിക്ക് പറ്റിയ തെറ്റ്. ഏത്? ആ ശില്പിക്ക്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ പെരുന്നാൾ നടക്കുമ്പോൾ സാത്താനെ പോലെ നീ വേല കാണിച്ചാൽ കർത്താവിന്റെ ചാട്ടാവാകൂടി ഞാൻ നിന്നെ അടിക്കും. മനസ്സിലായോ? മനസ്സിലായോ എന്നാ ചോദിച്ചത്. കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ നീ നടന്നാൽ ചട്ടുകം പഠിപ്പിച്ച് നിന്റെ തൊടയിൽ വെക്കും ഞാൻ. ഇവിടെ വാ, ഇവിടെ വരാൻ. എന്ത് സമാധാനപൂർവമായ ഒരു പെരുന്നാളാണ് ഇടവകയിലെ വികാരി എന്ന പേരിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പങ്കുകൊള്ളുവാനായിട്ടും വരുവാനായിട്ടും എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി. ഇതെന്നതായി കാണുന്നത്? ഇതാ പൊട്ടക്കണയിൽ വീണ മൊയിലല്ലോ. അതെന്നെ വർത്താനേ പറയുന്നത്? 5 മുത്തുക്കുടയോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു 20,000 മുത്തുക്കുടയെങ്കിലും വേണം കുറഞ്ഞത്. റോമി കുഞ്ഞെ, ഈ 20,000 മുത്തുകൂടെ എങ്ങനെ? ആകെ രാസിക്ക് 5,000 പേരല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ 25,000 ഈ 20,000 മുത്തുകൂടെയൊക്കെ? അച്ചോ, ഈ പെരുന്നാൾ നടത്തുന്ന ആരാ? അമേരിക്കയിലെ കുര്യച്ചാൻ പെരുന്നാൾ നടത്തുമ്പോൾ ഇടവകയിൽ ഒരാളുടെ ഒരു മുത്തുകൂട പോരാ, കുറഞ്ഞത് ഒരു 5 മുത്തുകൂടെയെങ്കിലും വേണം. ഹലോ, അതുകൊണ്ട് നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല. അച്ചായന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമല്ലേ ഉള്ളത്? കേട്ടല്ലോ. അച്ചായന്റെ കയ്യിലും എന്റെ കയ്യിലും ഇഷ്ടം പോലെ പണമുണ്ട്. കേട്ടല്ലോ. പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പണം എന്നാ പറ്റി മോനെ? മൊബൈലിൽ ടൂ ശബ്ദം കണ്ടു. ബാലൻസ് വരുന്നതല്ലോ. നിന്റെ കയ്യിലും അച്ഛൻ്റെ കയ്യിലും പണം ഉണ്ടായിട്ട് കാര്യമില്ല. വല്ലപ്പോഴും 10 രൂപയ്ക്ക് അതിനകത്ത് റീചാർജ് ചെയ്യണം. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ മനസ്സിലായില്ല? പ്രോഗ്രാം ഏജൻസി. ഓ, പുഷ്പാങ്കനൻ. ഓ, നീ കഴിഞ്ഞ വർഷം കൂടെ ഒരു പരിപാടി തന്ന അന്ന് നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയതാ. ഇപ്പോഴെങ്കിലും ഓൺ ആയിട്ടുണ്ടോ കുഞ്ഞെ? പിന്നെ നീ മുമ്പും കലാഭവൻ മണിയെയും ആദർശയെയും ദിലീപിനെയൊക്കെ വെച്ച് പല മിമിക്രി ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ
ഞാൻ സഹിക്കത്തില്ല കുഞ്ഞെ, കഴിഞ്ഞ വർഷത്തെ സഹിക്കത്തില്ല. അച്ഛൻ എന്താ പറയുന്നത്? കഴിഞ്ഞ ഞാൻ കൊച്ചു പിള്ളേരെ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയില്ല. എന്നതാ കൊച്ചു പിള്ളേരെ വെച്ച് അന്ന് പരീക്ഷിച്ച് നോക്കിയില്ല. എന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ വർഷം അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ വേറെ പരിപാടിയായിട്ട് പരിശീലനത്തിന് വന്നതാണ്. എന്നാത്തിനാ? ഒരു പരിശീലന പരിപാടിയായിട്ട് വന്നതാണെന്നേ. പരീക്ഷണം. പരീക്ഷണം ഞങ്ങളുടെ സഭയിൽ, പിന്നല്ല ഞങ്ങളുടെ ഈ പള്ളിയിൽ ആ. നീ വർഷാവർഷം പരീക്ഷണം നടത്താൻ ഞങ്ങളുടെ പള്ളിയും തോടാ ലാഭോ. ഓ ഓ ഞാനൊരു കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ. പോകാൻ പോ. കുഞ്ഞെ, എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. നമ്മുടെ പുതിയ പ്രാരംഭം, നമ്മുടെ പള്ളിയിലെ പുതിയ, അതായത് ഒരുക്കങ്ങളെ കുറിച്ച് എന്താ കുഞ്ഞിന് പറയാനുള്ളത്? അത് പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ. അതായത് നമ്മുടെ പള്ളിയുടെ ഭാഗത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരം നമ്മൾ മുല്ലപ്പെരിയാർ പണിയുന്നു. മുല്ലപ്പെരിയാർ മുല്ലപ്പന്തൽ എടുക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ 5 കിലോമീറ്റർ ദൂരത്ത് ആ. ചുമല പരമദാനി പിരിക്കും. പരമുദാനി അല്ല പരവദാനി. ആ ദാനി പിരിക്കും. ആ. പിന്നെ 5 സെറ്റ് ബാന സെറ്റ്, ആ. 5 സെറ്റ് ചെണ്ട സെറ്റ്. ആ. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ. പള്ളി ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കുര്യച്ചായൻ കൊമ്പനാനെ എഴുന്നള്ളിച്ചുകൊണ്ടുന്ന ഒരു റാസയല്ലേ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മുടെ പള്ളിയിലെ റാസയുടെ കാര്യമാണോ കുഞ്ഞെ നീ പറയുന്നത്? ഇവിടുന്ന് പോകുന്ന റാസയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ? നമ്മുടെ അച്ചായനെ വീട്ടിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സ്പെഷ്യൽ റാസയുടെ കാര്യമായി പറയുന്നത്. തോമാച്ചനാണോ കുര്യ? അച്ചായന് റാസ വരുന്നത് എന്റെ ദൈവമേ. അയ്യേ അയ്യേ അച്ഛൻ നോക്കണോ, നല്ലൊരു ദിവസമായി ഇന്ന് പെരുന്നാൾ നടത്തിപ്പുകാരൻ വെള്ളടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഈ കേട്ടത് നേരാണോ? എന്താണ് നീ പള്ളിപ്പറമ്പിൽ വില കുറഞ്ഞ മദ്യം കുടിച്ചോണ്ടാണോ വന്നേക്കുന്നത്? ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ചോ. എനിക്കറിയണം. കോണിയാക്കി കെന്നസി. ഉടനെ ഒരു ഭവന സന്ദർശനമുണ്ട്. എന്തിനാ? ചെറിയൊരു കൂട്ടായ്മ. ഈ ദൈവ പൈതലിനെ കുറിച്ചാണ് നീ അനാവശ്യം പറഞ്ഞത്. സ്വന്തം അമ്മയുടെ പേരിൽ ഒരു കൊമ്പനാനെ വാങ്ങി ആ കൊമ്പനാനയ്ക്ക് അമ്മയുടെ പേരിട്ടാ ഈ കുഞ്ഞാട് പള്ളിയിലെ റാസ എഴുന്നള്ളിപ്പിച്ചത്. അമ്മയ്ക്ക് ആനയുടെ പേരിട്ടു. അവ്വ. അമ്മയുടെ പേരെന്താ? തടത്തിൽ പെണ്ണമ്മ. അപ്പൊ ആനയുടെ പേരോ? തടത്തിൽ പെണ്ണമ്മ. ആനക്കേട്. അച്ഛ കൊമ്പനായിരിക്കും പെണ്ണുങ്ങളെ പേരിടൂ. നീ എന്റെ അമ്മയുടെ പല്ല് കണ്ടിട്ടുണ്ടോ? ഇല്ല. മുപ്പലിക്കിട്ട് നോക്കുന്ന പോലെ ഇരിക്കുന്നത്. ആനയുടെ കൊമ്പും അമ്മയുടെ പല്ലും വെച്ച് നോക്കുമ്പോൾ ആനയ്ക്ക് ലക്ഷണം പോരാ. എന്തൊക്കെ പറഞ്ഞാലും ഈ പള്ളി പെരുന്നാൾ നിങ്ങൾ ഒരേനല്ലേ ഇറക്കിയുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അടുത്ത വർഷം പള്ളി പെരുന്നാൾ ഞാനാ നടത്താൻ പോകുന്നത്. ഞാൻ 10 ആനേനെ ഇറക്കും. ഇതൊക്കെ ആന. ഗുരുവായൂർ കേശവൻ, പാമ്പാടി രാജൻ, പാമ്പാടി മണികണ്ഠൻ, മെഡിക്കൽ കോളേജ് ജോൺസൺ. ഓമിച്ച, അങ്ങനെ ഒരു ആനയുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ മാമോദീസ് നടത്തിയാണെന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജ് ജോൺസൺ എന്ന് പറഞ്ഞൊരു ആനയുണ്ടോ? അത് ആനയില്ലെന്ന്. പിന്നെ ഈ ആനേനൊക്കെ തരാന്ന് പറഞ്ഞൊരു ഏജന്റ് അത്. ആരിനോടാ മരിക്കുന്നു കുര്യച്ചൻ? അച്ചായൻ തന്നെ. ഞാനാണോ? ആ. ഞാനാ. അച്ചായോ, അച്ചായൻ വാങ്ങിയ ആനയുടെ പാപ്പാന ഞാൻ. പാപ്പാൻ എലിഫന്റ് ഡ്രൈവർ. എലിഫന്റ് ഡ്രൈവർ. ഞാൻ അമേരിക്കയിലേക്ക് ന്യൂസിൽ വായിക്കാറുണ്ട്. പാപ്പാൻ വെള്ളമടിക്കുന്നു, ആനയ്ക്ക് മദ്യം കൊടുക്കുന്നു, ആന പാപ്പാനെ ചവിട്ടിക്കയറുന്നു. അങ്ങനെ താങ്കളും ആനയും മദ്യപിക്കാറുണ്ടോ? താൻ മദ്യപിക്കുവോ? ഞാൻ മദ്യപിക്കില്ല. ഇല്ല. പിന്നെ പോകുമ്പോ ഒരു കുപ്പി പൊതിഞ്ഞു തന്നാ മതി. അതെന്തിനാ? ആന മദ്യപിക്കുമോ? അച്ചായോ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്താ? നമ്മുടെ ആനയുടെ മെനു അച്ചായൻ കണ്ടിരുന്നോ? അച്ചായൻ ആനയുടെ മെനു കണ്ടോ? അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ആനയുടെ അച്ചോ, അച്ഛൻ കണ്ടിരുന്ന ആനയുടെ മെനു? ഞാനൊരു ദൈവദാസനാണ്. എന്റെ അടുത്ത് ദീപക അശ്ലീലങ്ങൾ പറഞ്ഞാൽ നിനക്ക് ദൈവകോപം ഉണ്ടാകും. ഈ ആനയുടെ മെനു ആനോട് തന്നെ ചോദിച്ചാൽ പോരെ? ഓടുന്നു. ഓമിച്ച, നീ കണ്ടായിരുന്നോടാ ആനയുടെ മെനു? അച്ചായൻ കണ്ടില്ലേ? അയ്യോ, ഞാൻ കണ്ടായിരുന്നു. അതാനെങ്ങനെ കാണും? ആനയുടെ മെനു എന്റെ പോക്കറ്റിൽ ഇരിക്കല്ലേ? കേരളത്തിന്റെ ഒരു പുരോഗമനം. ആനയുടെ മെനു പാപ്പാന്റെ പോക്കറ്റ്. ഓ, നീ ദേശീയക്കാരനാണോടാ? അല്ല, ഞാൻ തൃശ്ശൂരാരനാ. ആനയ്ക്ക് ഭക്ഷണത്തിനുള്ള ലീസ്റ്റ് എന്റെ ലിസ്റ്റ് 50 കിലോ ശർക്കര, 5 പനമ്പട്ട. ഇത് ആനയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ ലിസ്റ്റിന്റെ പേരാണ് മെനു. ഈ ആഹാരം കൊടുക്കുന്നതിന്റെ പേരാണോ മെനു? മെനു. എന്റെടാ ഇതിനൊക്കെ അമേരിക്ക പറയുന്നത് എന്നാന്നറിയോ? എന്താ? മോനു. അച്ചായോ, 4 മണിക്ക് പ്രദക്ഷിണ ഇറങ്ങും. അതിന് മുന്നേ ആനയ്ക്ക് ഭക്ഷണം കൊടുത്തിലേക്ക് കലിപ്പാവട്ടോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പെരുന്നാളിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? ഈ പെരുന്നാളിന്റെ കൺക്ലൂഷൻ
അച്ഛൻ ഇംഗ്ലീഷ് മീഡിയം ആണല്ലേ? ഏതായാലും വെടിക്കെട്ടൊരു വാക്കെടുത്തു. വെടിക്കെട്ട്. കഴിഞ്ഞ വർഷം ഞാൻ എന്റെ കുടുംബക്കാര് നടത്തി വെടിക്കെട്ടാണ്. അച്ഛൻ വെടിക്കെട്ട് അച്ഛന്ന് കാണണം. അച്ഛൻ അങ്ങ് പൊട്ടി അങ്ങ് വിരിയുമ്പോ വരുന്നത് എന്താ? ദാ വരുന്നു കൊട. അടുത്തങ്ങ് പൊട്ടി വരുമ്പോ എന്താ വരുന്നത്? ഫ്ലാഗ്. അവസാനത്ത് അങ്ങ് പൊട്ടി അങ്ങ് വിരിയുമ്പോ എന്റെ കുടുംബപ്പേരങ്ങ് എഴുതി കാണിക്കുക. പുത്തമ്പരിക്കൽ തോമസിന്റെ മകൻ ജോസുട്ടി. അയ്യോ എന്റെ കുരിയാച്ച ഇവന്റെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെ കേട്ടായിരുന്നോ? കണ്ടായിരുന്നോ? എന്റെ പൊന്നെ ഇവന്റെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോ പള്ളിപ്പറമ്പ് 4 ലോഡ് മണല്, എന്റെ നേരെ പുറകെ 4 ജീപ്പ് പോലീസുകാരും. ഇവൻ ആറ്റിന്ന് മണലൂറ്റിയല്ലേ വെടിക്കെട്ടുണ്ടാക്കിയത്. ഇപ്പൊ പോലീസുകാരും നാട്ടുകാരും എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയോ? മണലൂറ്റച്ചാന്ന്. അല്ല പോട്ടച്ച. പക്ഷെ ഇപ്രാവശ്യത്തെ വെടിക്കെട്ടാണ് വെടിക്കെട്ട്. ടോമിച്ച പറഞ്ഞു കൊടുക്കട. നമ്മുടെ ഈ ആപ്പയൊക്കെ നടത്തുന്ന പോലെ വെടിക്കെട്ടല്ല നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുവന്ന ഗുണ്ടാണ് പൊട്ടാൻ പോകുന്നത്. അതായത് ഒരു ഗുണ്ട അങ്ങോട്ട് കത്തിച്ചിട്ട് പൊട്ടി കഴിയുമ്പോൾ മേലോട്ട് പോയി വിരിയും. വിരിഞ്ഞ് കഴിയുമ്പോൾ വരുന്നത് എന്താണ്? ആദ്യം വരുന്ന കസേര, പിന്നെ കട്ടിൽ, പിന്നെ ഡൈനിങ് ടേബിൾ, പിന്നെ ഫ്രിഡ്ജ്, അവസാനം വരുന്ന എന്നതാണെന്ന് അറിയാവോ? ഇൻസ്റ്റാൾമെന്റുകാരനായിരിക്കും. ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോകണ്ടേ? അതല്ല, അവസാനമാണ് വെടിക്കെട്ടിലെ വെറൈറ്റി. കർത്താവിന്റെ തിരുരൂപം ഇറങ്ങി വരും. കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞത് നേരാണോ? ഇത്രയും കാലം ഞാൻ പല പള്ളിയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു വെടിക്കെട്ട് ഞാൻ കണ്ടിട്ടില്ല. കർത്താവിന്റെ തിരുരൂപം ഇല്ലല്ലോ. എന്റെ പൊന്നുമോനെ വെടിക്കെട്ടിന്റെ സമയമായി. വെടിക്കെട്ട് തുടങ്ങട്ടെ. ടോമിച്ച ഉത്തമ തുടങ്ങട്ടെ വെടിക്കെട്ട്. കത്തിച്ച് വിടാ. കട്ടില് ഇടവേഗൻ ആരെങ്കിലും തളർന്ന് കിടപ്പുണ്ട് അവർക്ക് കൊടുക്കാം. അടുത്ത പൊട്ടട്ടെ. കസേര, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിള്. വെറൈറ്റി അച്ഛനെ ഞെട്ടിക്ക്. തിരുരൂപം വരാൻ പോവാ. പൊട്ടിക്കട്ടെ. ഒന്നും നോക്കണ്ട, പൊട്ടിക്കടാ. കുരിയാച്ചോ, കർത്താവിന്റെ തിരുരൂപം എന്ന് പറഞ്ഞിട്ട് കറുത്ത് കരിക്കട്ട പോലൊരു സാധനമാണല്ലോടാ വരുന്നത്. നീ വല്ലതും കണ്ടോ? കണ്ണിനത്ര കാഴ്ച പോരെ. ടോമിച്ച അത് തന്നെയല്ലേടാ കർത്താവിന്റെ തിരുരൂപം? അത് കർത്താവിന്റെ തിരുരൂപമല്ല, പിന്നെ കത്തിച്ചു വിട്ട ഉത്തമന്റെ തിരുരൂപമാണ്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇത് ഏതാ സ്ഥലം?